ഇന്റർനാഷണൽ അറ്റോമിക് ഏജൻസിയുടെ ചീഫ് തെഹ്റാനിലേക്ക് പോയത് മാത്രമല്ല, ഇറാനുമായി പല സുപ്രധാന ചർച്ചകൾ നടത്തി. പ്രത്യേകിച്ച് ആണവായുധങ്ങളുടെ നിർമ്മാണത്തിനാവശ്യമായ സന്തുഷ്ടമായ യുറേനിയത്തിന്റെ അളവ് അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഇറാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇത്തവണ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയാൽ അതൊരു വലിയ ദുരന്തത്തിൽ അവസാനിക്കും. അതിനാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഇസ്രായേലിനെ തടയണം. ഇത് ഇറാന്റെ പ്രശ്നം മാത്രമല്ല. ഈ ആണവ കേന്ദ്രത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് അയൽ രാജ്യങ്ങളെയും കടലിനെയും ബാധിക്കും. ഇങ്ങനെ അവരുടെ ഒരു അറിയിപ്പ് നൽകി. മാത്രമല്ല, പോളണ്ട് റഷ്യയുടെ കലിനിൻഗ്രാഡ് മേഖലയിൽ അവിടെയുള്ള അവരുടെ മുഴുവൻ അതിർത്തിയും സുരക്ഷിതമാക്കാൻ 3 ബില്യണിൽ അധികം മൂല്യമുള്ള ഒരു വലിയ പദ്ധതിക്ക് തുടക്കമിടുകയാണ്. ഇവയെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ആണവായുധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം വരുന്നത് യുറേനിയമാണ്. കാരണം ആണവായുധം നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ യുറേനിയമാണ് അതിനുള്ള ഇന്ധനം. യുറേനിയം ഇല്ലാതെ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ആയുധം നിർമ്മിക്കാൻ കഴിയും എന്ന് പറഞ്ഞാലും അധികം എഫിഷ്യന്റായി കൂടുതൽ നാശമുണ്ടാക്കാൻ, മിനിമം റിസോഴ്സ് വെച്ച് നാശമുണ്ടാക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ അതിന് യുറേനിയം ന്യൂക്ലിയർ വെപ്പൺസിന് മാത്രമേ നൽകാൻ കഴിയൂ. സ്വാഭാവികമായും യുറേനിയം എന്നത് ലോകത്തിലെ പല ഭാഗങ്ങളിലും കാണപ്പെടും. എന്നിരുന്നാലും U-238 എന്നറിയപ്പെടുന്ന ഐസോട്ടോപ്പ് ഇതൊരു സാധാരണ യുറേനിയമാണ് സ്വാഭാവികമായി ലഭിക്കുന്നത്. എന്നാൽ ഇതിനെ വച്ച് വെപ്പൺ ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ആണവായുധമാക്കി മാറ്റാനുള്ള യുറേനിയം നമുക്കെടുക്കാൻ കഴിയില്ല. ഇത് ഒരു അശുദ്ധമായ യുറേനിയം എന്ന് പറയാം. ഇതിൽ ഒരുപാട് സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ശുദ്ധീകരിക്കണം. ശുദ്ധീകരിച്ചാൽ മാത്രമേ ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ U-235 എന്നറിയപ്പെടുന്ന എൻറിച്ച്ഡ് യുറേനിയം, വളരെ ശുദ്ധീകരിക്കപ്പെട്ട യുറേനിയം ലഭിക്കുകയുള്ളൂ. പൊതുവെ ഈ യുറേനിയം എങ്ങനെ ശുദ്ധീകരിക്കും എന്ന് ചോദിച്ചാൽ അതിന് 2 പ്രോസസ് ഉണ്ട്. ആദ്യത്തേത് ഒരുപാട് പേർക്കറിയാം, ഇടയ്ക്കിടെ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്, ഗ്യാസ് സെൻട്രിഫ്യൂജ് മെക്കാനിസം. രണ്ടാമത്തേത് ലേസർ മെക്കാനിസമാണ്. ആദ്യം മിക്ക രാജ്യങ്ങളും ചെയ്യുന്നത് ഈ ഗ്യാസ് മെക്കാനിസമാണ്. ഈ സംവിധാനത്തിലാണ് ധാരാളം ഇൻപുട്ട് നൽകി ധാരാളം സന്തുഷ്ടമായ യുറേനിയം വേർതിരിച്ചെടുക്കാൻ സാധിക്കുക. ഈ മെക്കാനിസത്തിൽ ചെയ്യുന്നത് ഉയർന്ന മർദ്ദമുള്ള സ്റ്റീൽ ചാമ്പേഴ്സിൽ, ഇതെല്ലാം ഗ്യാസ് ഫിൽഡ് ചാമ്പേഴ്സ് ആണ്, ഇതിനുള്ളിൽ യുറേനിയം 238നെ ഇൻപുട്ടായി ചേർക്കും. ഇത് അകത്ത് പോയി എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ ഹൈ സ്പീഡിൽ അത് കറങ്ങാൻ തുടങ്ങും. ഇങ്ങനെ കറങ്ങുമ്പോൾ കൂടുതൽ ഓസിലേഷനിൽ U-235 എന്ന് വിളിക്കപ്പെടുന്ന ശുദ്ധമായ യുറേനിയം വാതക രൂപത്തിൽ വേർപെട്ടു വരും. ഇങ്ങനെ വന്നതിന് ശേഷം അതിനെ വീണ്ടും കോൺസെൻട്രേഷൻ ചാമ്പറിലിടുകയും ഈ U-235നെ സംഭരിക്കാൻ തുടങ്ങും. ഇങ്ങനെയാണ് സെൻട്രിഫ്യൂജ് മെക്കാനിസത്തിൽ ആണവായുധത്തിന് ആവശ്യമായ യുറേനിയം എടുക്കുന്നത്. വീണ്ടും ഈ ഇംപ്യൂർ ആയിട്ടുള്ള അശുദ്ധമായ U-238 ഇങ്ങനെ ഈ പ്രക്രിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ ലേസർ പ്രക്രിയ അല്പം വ്യത്യസ്തമായ ഒന്നാണ്. ആദ്യം സെൻട്രിഫ്യൂജ് മെക്കാനിസത്തിൽ ഹൈ സ്പീഡിൽ റൊട്ടേറ്റ് ആകുന്നത് കൊണ്ട് അതിൽ നിന്നും യുറേനിയം വേർപിരിഞ്ഞു വരുന്നു. എന്നാൽ എല്ലാ ലൈറ്റിനും ഒരു വേവ് ലെങ്ത് ഉണ്ടായിരിക്കും. സാധാരണ ഈ ലേസറിന് പ്രത്യേക ഗുണങ്ങളുമുണ്ട്. ഇതിനെ ഫോട്ടോ എക്സിറ്റേഷൻ അല്ലെങ്കിൽ ലേസർ എക്സിറ്റേഷൻ മെക്കാനിസം എന്നൊക്കെ പറയും. ഇതിൽ ചെയ്യുന്നത് U-238 ഐസോട്ടോപ്പിൽ ഹൈ പവർ ലേസർ ബീം കൊടുക്കും. അങ്ങനെ ഇലക്ട്രോൺസ് കൂടുതൽ ചാർജ് ആകാൻ തുടങ്ങും. അങ്ങനെ ചാർജ് ആകുമ്പോൾ അറ്റോമിക് വേപ്പർ ലേസർ ഐസോട്ടോപ്സ് സെപ്പറേഷൻ, ഇതുവഴി U-238ന്റെ എനർജി വളരെ അധികമാകും. ഇങ്ങനെ കൂടുതൽ എനർജി U-238ൽ പോകുന്നത് മൂലം അതുവഴി എൻറിച്ച്ഡ് യുറേനിയം വളരെ എളുപ്പത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് ഈ ഒരു പ്രക്രിയ. പക്ഷെ മിക്ക രാജ്യങ്ങളും രണ്ടാമത്തെ പ്രക്രിയ ഉപയോഗിക്കാറില്ല. ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇപ്പോ IAEA ചീഫ് തെഹ്റാനിലുണ്ട്. അദ്ദേഹം ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറാച്ചിയുമായി ഒരു മീറ്റിംഗ് നടത്തി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് ഇറാൻ യുറേനിയം ശുദ്ധീകരിക്കുന്ന പ്രോസസ് വളരെ വേഗത്തിൽ നടത്തുന്നുണ്ട്. ഈ പ്രോസസ് വേഗത്തിലാക്കിയതിന് പല കാരണങ്ങൾ പറഞ്ഞാലും ചില അൺനോൺ ത്രെറ്റ്സ് ആണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം. ഇവരിങ്ങനെ ചെയ്യുന്നത് മൂലം ഇറാൻ അവരുടെ അറ്റോമിക് ഫെസിലിറ്റീസിൽ ഞങ്ങളെ കയറ്റുന്നത് പോലുമില്ല, ഞങ്ങളെ ഇൻസ്പെക്ഷൻ ചെയ്യാൻ പോലും അനുവദിക്കാത്തത് കൊണ്ട് ഈ പ്രോസസ് ഇപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആവുകയാണ്. IAEA സംബന്ധിച്ച് ലോകത്തിലെ മൊത്തം ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ഫെസിലിറ്റിയും ഇവരുടെ ശ്രദ്ധയിൻ കീഴിൽ വരണം, ഇവരുടെ നിരീക്ഷണത്തിൽ വരണം. അവിടെ റേഡിയേഷൻ ചോർച്ച എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ റേഡിയേഷൻ സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് ഇവരുടെ ശ്രദ്ധയിൽ തീർച്ചയായും വരണം. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യം എന്തെങ്കിലും ഒരു ജോലി അവിടെ ചെയ്യുകയാണ്,
ഇത് കാരണം റേഡിയേഷൻ ലീക്കായാൽ അത് ആ രാജ്യത്തെ മാത്രം ആയിരിക്കില്ല ബാധിക്കുന്നത്, അയൽ രാജ്യത്തെയും ബാധിക്കും. അവിടെ എന്തെങ്കിലും ബ്ലാസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ പല കിലോമീറ്റർ ദൂരെയുള്ള അയൽ രാജ്യങ്ങളെയും അത് ബാധിക്കും. കൂടാതെ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത്, ഇങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെയുണ്ട്. അതിനാൽ ഇവയെല്ലാം IAEA നിയന്ത്രണത്തിനുള്ളിലായിരിക്കണം. എന്നാൽ ഇറാൻ യുറേനിയം എൻറിച്ച് ചെയ്യുന്നതിനു വേണ്ടി IAEA അകത്തേക്ക് അയക്കുന്നതേയില്ല. അവർ അകത്തേക്ക് വന്നാൽ അവിടെയുള്ള പല വിവരങ്ങൾ ഇവർ വഴി പുറത്തേക്ക് പോകും. എത്രത്തോളം യുറേനിയം എൻറിച്ച് ചെയ്തിട്ടുണ്ട്, ഈ പ്രോസസ് എത്രത്തോളം നടക്കുന്നുണ്ട്, എത്ര സെൻട്രിഫ്യൂജ് സിസ്റ്റം അവരുടെ പക്കലുണ്ട്, ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട പല വിവരങ്ങളും പുറത്തേക്ക് പോകും. അങ്ങനെ പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? വെസ്റ്റേൺ മീഡിയാസിനെല്ലാം ഇത് മനസ്സിലാകും. വെസ്റ്റേൺ മീഡിയാസിന് മനസ്സിലായില്ലെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ, പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും അതറിയും. അതിനാൽ ഇറാൻ ഇവരെ അകത്തേക്ക് അയക്കാറേ ഇല്ല. ഏതെങ്കിലും ചില സമയങ്ങളിൽ അകത്തേക്ക് അയച്ചാൽ മാത്രമേ എന്തെങ്കിലും അറിയാൻ സാധിക്കും. ഇതിനിപ്പോ കാരണമായി കാണിച്ച് IAEA ചീഫ് ഒരു കാര്യം പറഞ്ഞു. ഈ ഒരു ഫെസിലിറ്റീസിൽ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ആണവ ദുരന്തത്തിലേക്ക് നയിക്കും എന്ന്. ഇത് ഒരു സൂചന മാത്രമാണ്. കാരണം ഒരു സാധാരണ ആണവ ഫെസിലിറ്റി ആക്രമിച്ചാൽ തന്നെ അതൊരു പ്രശ്നമാണ്. എന്നാൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം സ്റ്റോർ ചെയ്തു വച്ചിരിക്കുന്ന ഒരു ഫെസിലിറ്റിയിൽ, അല്ലെങ്കിൽ അത്രത്തോളം അധികം പ്രൊഡക്ഷൻ സംഭവിക്കുന്ന ഒരു ഫെസിലിറ്റിയിൽ ആക്രമണം നടത്തിയാൽ ന്യൂക്ലിയർ ഫോളോട്ട് തീർച്ചയായും അവിടെ സംഭവിക്കും. ആണവായുധം പൊട്ടിത്തെറിച്ചാൽ മാത്രമേ ന്യൂക്ലിയർ ഫോളോട്ട് സംഭവിക്കൂ എന്ന ആവശ്യം ഇല്ല. ആണവം സംബന്ധിക്കുന്ന എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കും. അതിനാൽ ഇത്തവണ ഇസ്രായേലിന് IAEA നിന്നും ഒരു ഇൻഡയറക്റ്റ് മുന്നറിയിപ്പ് പോയിട്ടുണ്ട്. ഇറാൻ അവരുടെ ആണവായുധത്തിലേക്ക് അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഇതിലൂടെ എല്ലാം സൂചിപ്പിക്കുന്നത്. കൂടാതെ റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അറിയണം, അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ച് വീണ്ടും ചില വിവരങ്ങൾ പറയണമെങ്കിൽ ഇസ്രായേലിന്റെ സ്ട്രൈക്സ് ലെബനനുള്ളിൽ ഒരൽപ്പം പോലും കുറഞ്ഞിട്ടില്ല. അടുത്തിടെ നടത്തിയ ആക്രമണത്തിൽ പോലും ബെയ്റൂട്ട് എയർപോർട്ടിനടുത്ത് 300 മീറ്റർ അകലത്തിൽ വെച്ച് ഒരു എയർ സ്ട്രൈക്ക് അവർ നടത്തി. ആ ഫുട്ടേജ് നമുക്കിവിടെ കാണിക്കാൻ സാധിക്കില്ല, സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം. ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അതിനടുത്ത് വെച്ച് ഒരു ആക്രമണം നടത്തി. ഒരു പക്ഷേ അവിടെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ ഡിസാസ്റ്ററിൽ അവസാനിക്കുമായിരുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർ ഉപയോഗിക്കുന്ന വെപ്പൺ സിസ്റ്റത്തിലെല്ലാം അവർക്ക് വലിയ വിശ്വാസമുണ്ട്. അത് വെച്ചാണ് ഒരു പ്രിസിഷൻ ഗൈഡഡ് അറ്റാക്സ് അവർ നടത്തിയത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അമേരിക്കയുടെ ഡെസ്ട്രോയേഴ്സിനും അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനും ഹൂതീസ് കാരണം ചില പ്രശ്നങ്ങൾ ഉണ്ടായി. പലരും അത് വിശ്വസിക്കില്ല. അമേരിക്കയുടെ ടെക്നോളജി വേറെയാണ് എന്നൊക്കെ പലരും പറയും. പക്ഷെ ഒരു കാര്യം ഇവിടെ പറയാം, ഈ ലോകത്തിൽ അമേരിക്ക ടെക്നോളജി വൈസ് സുപ്പീരിയർ ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാൽ ആക്രമിക്കാൻ കഴിയാത്ത ഒരു സാങ്കേതിക വിദ്യ, നശിപ്പിക്കാൻ കഴിയാത്ത ഒരു സാങ്കേതിക വിദ്യ എന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നോക്കിയാൽ, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ യുദ്ധം എടുത്തു നോക്കിയാലും ഏതൊരു ടെക്നോളജിയെയും മുഴുവനും നശിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും സാരമായൊരു നാശനഷ്ടം അവിടെ ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ ഹൂത്തീസിന് ഒരു റിവെഞ്ച് നൽകുന്നത് പോലെ അമേരിക്കയും അവരുടെ അറ്റാക്സ് നടത്തി. ഇതിനു മുൻപൊക്കെ ഇത്ര കുറഞ്ഞ ഗ്യാപ്പിൽ അമേരിക്ക അവരെ ആക്രമിച്ചതേയില്ല. 2 ദിവസത്തെ ഗ്യാപ്പിൽ 3ാമത്തെ എയർ സ്ട്രൈക്ക് നടത്തി. ഇവിടെ എന്തോ ഒരു വലിയ കാര്യം ഹൂത്തീസ് ചെയ്തിട്ടുണ്ട്. അതിന് റിവഞ്ച് കൊടുക്കുന്ന രീതിയിലാണ് അമേരിക്ക ഇപ്പോൾ ആക്രമിച്ചത്. ഇത്തവണ അമേരിക്ക ആക്രമിച്ചത് ഹൂത്തീസിന്റെ പ്രധാനപ്പെട്ട മിസൈൽ ലോഞ്ചേഴ്സിനെയാണ്. എവിടെയെല്ലാമാണോ മിസൈൽ ലോഞ്ച് ചെയ്യാൻ റെഡിയായിരുന്നത് അതിനെയെല്ലാം ഡ്രോൺസ് ഫൂട്ടേജ് ഉപയോഗിച്ച് ആക്രമിച്ചു. ചില സ്ഥലങ്ങളിൽ ഡ്രോൺ സ്ട്രൈക്കും നടത്തി. ചില സ്ഥലങ്ങളിൽ അമേരിക്കയുടെ വ്യോമസേനയും ആക്രമിച്ചു. ഒരു കമ്പൈൻഡ് സ്ട്രൈക്കായി അവർ ഹൂത്തീസിന് ഒരു റിവെഞ്ച് കൊടുത്തു. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത ചില ദിവസത്തിൽ തീർച്ചയായും നിങ്ങളൊരു വാർത്ത കേൾക്കും. MQ-9 റീപ്പർ ഡ്രോൺ അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രധാനപ്പെട്ട ചാര ഡ്രോൺസിനെ ആ പ്രദേശത്ത് നശിപ്പിക്കും. കാരണം ഡ്രോൺസ് ഉപയോഗിച്ചാണ് പ്രധാനപ്പെട്ട സ്ട്രൈക്ക് നടത്തിയിരിക്കുന്നത്. അടുത്ത ഇന്റലിജൻസ് ഗ്യാദർ ചെയ്യാൻ തീർച്ചയായും ഡ്രോണിനെ അകത്തേക്ക് അയക്കും. ഇല്ല എന്നൊരിക്കലും പറയാൻ സാധിക്കില്ല. അടുത്ത പോളണ്ടിനെ കുറിച്ചുള്ള വാർത്തയിലേക്ക് വരാം. പോളണ്ടിനെ സംബന്ധിച്ച് ബെലാറസുമായി അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം. അതുപോലെ തന്നെ ഇവിടെ റഷ്യയുടെ കാലിനിൻഗ്രാഡ് മേഖല, ബാൾട്ടിക് പ്രദേശത്തുള്ള ഒരു ചെറിയ പ്രദേശം, അതുമായി ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. ജിയോ പൊളിറ്റിക്സിനെ സംബന്ധിച്ച് റഷ്യയുടെ അടുത്ത ലക്ഷ്യം എന്ന് പറയപ്പെടുന്നത് ബാൾട്ടിക് രാജ്യങ്ങളാണ്. എത്ര തന്നെ മോൾഡോവ, റൊമേനിയ ഈ പ്രദേശങ്ങൾ ഉണ്ടെങ്കിലും ബാൾട്ടിക് കടൽ പ്രദേശത്തുള്ള രാജ്യങ്ങളെയാണ് റഷ്യയുടെ അടുത്ത ലക്ഷ്യമായി പറയുന്നത്. അപ്പോ എന്നാണെങ്കിലും റഷ്യ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കാം. കാലിനിൻഗ്രാഡിൽ നിന്ന് പോളണ്ടിൽ എന്തെങ്കിലും പ്രശ്നം വരാൻ പാടില്ല എന്നതിനു വേണ്ടി 2.4 ബില്യൺ മതിപ്പിൽ റഷ്യയും ബെലാറസും ഷെയർ ചെയ്യുന്ന ബോർഡറിൽ പ്രതിരോധ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആന്റി ടാങ്ക് മൈൻസ്, ആന്റി ടാങ്ക് ട്രെഞ്ചസ്, വീണ്ടും ആന്റി ടാങ്ക് വാർഫേഴ്സ്,
പീരങ്കിപ്പടകൾ അകത്തേക്ക് വരാതിരിക്കാൻ ഇവരെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും, ഇവയ്ക്കെല്ലാം പോളണ്ട് ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഈ പ്രോജക്ട് 2028 തന്നെ തീർക്കും. കാരണം ഈ ബോർഡർ തന്നെ 400 മൈൽസിൽ കൂടുതൽ ദൂരമുണ്ട്. ഇത്രയും വലിയ ബോർഡർ 2.4 ബില്യൺ മതിപ്പിൽ സ്ട്രോങ് ആക്കി മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ബെലാറസിനും കലിനിൻഗ്രാഡ് റീജിയണിനും ഇടയിൽ ഒരു ചെറിയ കോറിഡോർ ഉണ്ട്. സുറോസ്കി കോറിഡോർ എന്ന് പറയും. ഇതിൽ റഷ്യക്ക് എപ്പോഴും ഒരു കണ്ണുണ്ട്. ഈ കണക്ഷൻ ഇല്ല എങ്കിൽ നേരിട്ട് ബാൾട്ടിക് രാജ്യങ്ങൾക്കും പോളണ്ടിനും ഒരു കണക്ഷൻ ഉണ്ടാകില്ല, കടൽ വഴി അല്ലാതെ. അതുപോലെ തന്നെ കലിനിൻഗ്രാഡ് വഴി റഷ്യക്ക് ഒരു ലാൻഡ് കോറിഡോർ ഇല്ല. അതിനാൽ ഈ ഗ്യാപ്പിൽ എപ്പോഴും റഷ്യയുടെ ഒരു ശ്രദ്ധയുണ്ടാകും. ആ ഒരു ഭയം കാരണം പോളണ്ട് ഈ ഒരു പ്രോജക്റ്റ് വളരെ വേഗത്തിൽ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.